നമസ്കാരം. എല്ലാവരും ഗംഭീരമാക്കി അനുഗ്രഹമായി എനിക്ക് ഈ അവസരം നിങ്ങൾ നൽകിയ തിരിച്ചു നിങ്ങളുടെ ജീവിതങ്ങളുടെ നേട്ടങ്ങളായി ഞാൻ തിരിച്ചു ഇവിടെ തന്നെ കൊണ്ടുവന്ന ശാസ്ത്രം, തൃശ്ശൂരിൽ കൊണ്ടുവന്ന ശാസ്ത്രം, കേരളത്തിൽ ശാസ്ത്രം നന്ദി. നമസ്കാരം. നമസ്കാരം. വലിയ അവസരമാണ് എനിക്ക് നൽകാനായി നിങ്ങൾക്ക് അതിലും വലിയ അവസരമായിട്ട് ഏപ്രിൽ 26-ാം തീയതി സംജാതമാകാൻ പോകുന്നത്. ഞാൻ ഉറച്ച വാക്കുകൾ കഴിഞ്ഞ 5-10 വർഷം മോദി ഭരണത്തിന് കീഴിൽ കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടു പോയ MP-മാർ ചെയ്ത പ്രവർത്തനത്തിന് വിപരീതമാണ്. നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നേട്ടങ്ങൾ മാത്രം കൊണ്ടുവരുന്നതിന്റെ ഒരു കാഴ്ച നിങ്ങൾക്ക് സമ്മാനിക്കുന്ന, ആ അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കുന്ന ഒരു യഥാർത്ഥ MP-യുടെ പ്രവർത്തനം ഞാൻ തൃശ്ശൂർ തിരഞ്ഞെടുക്കുന്ന MP ആണെങ്കിൽ കേരളത്തിന് വേണ്ടി മുഴുവൻ പ്രവർത്തിച്ചുകൊണ്ട് ഞാനത് തെളിയിച്ചിരിക്കും. അടുത്ത 5 വർഷം കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതിനെ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല. നന്ദി, നമസ്കാരം. താമര ചിഹ്നം മറക്കണ്ട. നമസ്കാരം. വലിയ അവസരമാണ് എനിക്ക് 26-ാം തീയതി കാത്തിരിക്കുന്നത്. അത് നിങ്ങളുടെ ഹൃദയത്തിലൂടെ, വിരൽ തുമ്പുകളിലൂടെ താമര ചിഹ്നത്തിൽ വോട്ട് ചാർത്തി അനുഗ്രഹമായി എന്റെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് എത്തി നിങ്ങളുടെ ജനപ്രതിനിധിയായി പാർലമെന്റിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾ തരുന്ന അനുഗ്രഹത്തിന് നിങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഞാൻ മാറ്റവും നേട്ടങ്ങളും കൊണ്ടുവരുമെന്ന് ഉറച്ച വാക്ക് ഇവിടെ വെച്ച് തരുന്നു. അത് ഉറപ്പുള്ള വാക്കായിരുന്നു. എല്ലാവരും കനിഞ്ഞ് അനുഗ്രഹിക്കണമെന്ന് എല്ലാവരോടും താഴ്മയായി അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചെയ്യില്ലേ? താങ്ക് യു.